നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നിർണായക ചർച്ചകൾ 3 ഘട്ടങ്ങളിലായി ചർച്ചകൾ നടന്നു. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന് ചർച്ചയിൽ അനുകൂലമായ നിലപാട്. ചർച്ച നാളെയും തുടരും. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. സമീർ, ഏറെ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ചർച്ചകളുടെ വിവരങ്ങൾ, വിശദാംശങ്ങൾ. ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെയാണ് നിമിഷപ്രിയ കേസിൽ ഏറെ അനുകൂലമായിട്ടുള്ള, ഏറെ ആശാവഹമായിട്ടുള്ള വിവരങ്ങളാണ് യമനിൽ നിന്നും പുറത്തു വരുന്നത്. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് വഴി തുറന്നത്. യമനിലെ പ്രമുഖ സൂഫി വര്യനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് യമൻ ഭരണകൂടവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രതിനിധികളും പങ്കെടുത്തുകൊണ്ടുള്ള ഈ ചർച്ച ആരംഭിച്ചത്. ഗോത്ര നേതാക്കൾ, അതുപോലെ തന്നെ കൊല്ലപ്പെട്ട താലാലിന്റെ നിയമസമിതി കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ താലാലിന്റെ കുടുംബാംഗങ്ങൾ, ഇവരെല്ലാം പങ്കെടുത്ത പ്രധാനപ്പെട്ട ഒരു യോഗമായിരുന്നു. അതോടൊപ്പം തന്നെയാണ് യമനിലെ സുപ്രീം കോടതി ജഡ്ജി ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തിരുന്നു. ഇത്തരം ഒരു ചർച്ചയിൽ ഇനി യമൻ ഭരണകൂടം അറിയിച്ചതനുസരിച്ച് ജൂലൈ 16-നാണ് വധശിക്ഷ നടപ്പാക്കും എന്നറിയിച്ചിരുന്നത്. അതിൽ ആ കാലയളവ് നീട്ടിക്കിട്ടാനുള്ള ശ്രമങ്ങളാണ് പ്രധാനമായും നടന്നു വരുന്നത്. ഇതോടൊപ്പം തന്നെയാണ് തലാലിന്റെ കുടുംബാംഗങ്ങൾ സമ്മതിക്കുകയാണ് എങ്കിൽ, അവർ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുകയാണ് എങ്കിൽ ഈ വധശിക്ഷയിൽ ഇളവ് ലഭിക്കും. ഒന്നുകിൽ ദയാദനം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് മാപ്പ് നൽകാം, അല്ല എങ്കിൽ അവർക്ക് ദയാദനം സ്വീകരിക്കാതെ മാപ്പ് നൽകാൻ കഴിയും. അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഈ അടിയന്തര യോഗം അല്പസമയം മുമ്പ് അവസാനിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ കുടുംബാംഗങ്ങളിൽ ഒരു വലിയ വിഭാഗവും മാപ്പ് നൽകുന്നതിന് അനുകൂലിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അത് വലിയ ശുഭകരമായ ഒരു വാർത്തയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് ലഭ്യമാവുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നാളെയും തുടരും. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. കുടുംബത്തിൽ വലിയ ശതമാനം പേരും മാപ്പ് നൽകാൻ ഒരുക്കമാണ് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഗൂഗിൾ. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.